ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈഗ്രേഷൻ ആണ്. അപ്പോൾ എന്താണ് മൈഗ്രേഷൻ? അപ്പൊ മക്കൾക്ക് അറിയാം, ഈ അടുത്തല്ലേ വയനാട് ഉരുൾപൊട്ടൽ കുറെ പേർക്ക് അവരുടെ കുടുംബാംഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. എന്നിട്ട് കുറെ പേര് അവരുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് പോയി. അതുപോലെ തന്നെ കുറെ പേർക്ക് ആ സ്ഥലം തന്നെ വിടേണ്ടി വന്നു, വേറെ ജില്ലകളിലേക്ക് ചേക്കേറി. അതുപോലെ തന്നെ ഓരോ യുദ്ധങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെ, ഇപ്പോ ഈ അടുത്ത് ഇസ്രായേൽ യുദ്ധം, അതുപോലെ തന്നെ പല രീതിയിൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പെട്ടുപോകുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അപ്പോ മൈഗ്രേഷൻ എന്ന് പറയുന്ന കുടിയേറ്റമാണ്. അവരുടെ ഹോം ടൗൺ ഒക്കെ നശിപ്പിക്കപ്പെട്ടു പോകുമ്പോഴുള്ള അവസ്ഥ, ഒന്നുമില്ലാത്ത അവസ്ഥ അല്ലെ, ആ ഒരു അവസ്ഥയിൽ അവർ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മൈഗ്രേഷൻ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സ്ലൈഡിൽ നോക്കാം അല്ലെ. ഓക്കെ, ഇസ് ദർ എനി വൺ ഇൻ യുവർ ഫാമിലി വർക്കിംഗ് ഇൻ അതർ സ്റ്റേറ്റ്സ് ഓഫ് ഫോറിൻ കൺട്രീസ്? ഇപ്പൊ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചു പോകാറുണ്ട്. അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ അമേരിക്ക, ദുബായ്, ഖത്തർ, സൗദി, അങ്ങനെ പല രാജ്യങ്ങളെയും ആശ്രയിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മൈഗ്രേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അതൊക്കെ ഒരു കുടിയേറ്റത്തിന്റെ മറ്റൊരു ഫോമാണ്. എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കുടിയേറുന്നതും നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ജോബിന് വേണ്ടിയോ എഡ്യൂക്കേഷന് വേണ്ടിയോ പോകുന്നതും തമ്മിൽ രണ്ട് ടൈപ്പ് ഓഫ് മൈഗ്രേഷനാ വരാം. ഓക്കെ, അപ്പൊ ഇതിലുള്ള നോക്കിക്കേ അല്ലെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലോ വിദേശ രാജ്യങ്ങളിലോ ജോലി ചെയ്യുന്നവരുണ്ടാവില്ലേ? അച്ഛനമ്മമാര് അല്ലെ, ചിലവര് നേഴ്സായിട്ട് അവിടെ പോകുന്നവരുണ്ടാവും, ചിലവര് ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. സോ haven't you noticed people moving from our state to other states or foreign countries, or from there to our state to another country, or one state to another state, or one country to another country for employment or education or higher standard of living അല്ലെ. അപ്പോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അല്ലെ, ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യങ്ങളിൽ നിന്ന് മറ്റൊരു വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവണതയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? കുടിയേറ്റം എന്നൊരു പേരിട്ട് വിളിക്കുന്നത്, മൈഗ്രേഷൻ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് മൈഗ്രേഷന്റെ പിക്ചറൈസേഷൻ. എല്ലാം നഷ്ടപ്പെട്ടു മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ജനങ്ങളുടെ അവസ്ഥയാണ് ഈ ഒരു പിക്ചറൈസേഷനിൽ കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. സോ മൈഗ്രേഷന്റെ ഡെഫിനിഷൻ നോക്കാം അല്ലെ. മൈഗ്രേഷൻ ഇസ് എ പെർമനന്റ് ഓർ ടെമ്പററി മൂവ്മെന്റ് ഓഫ് people from one region to another region. കുറെ ആളുകൾ സ്ഥിരതാമസത്തിന് വേണ്ടിയായിരിക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്. പക്ഷെ ചിലർ താൽക്കാലികമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും. ഓക്കെ, സോ അതാണ് പറയുന്നത്. It causes many changes in the social, economic and cultural spheres. ഇപ്പോ അമേരിക്കയിലെ ട്രംപിന്റെ കാലഘട്ടം എന്ന് പറയുന്ന ഒരു ട്രംപ് പ്രസിഡന്റ് ആയ കാലഘട്ടത്തില് അവിടെ ഈ അഭയാർത്ഥികളൊക്കെ അവരെന്ത് ചെയ്തു? വരുന്നതൊക്കെ നിർത്തലാക്കിയിരുന്നു ട്രംപിന്റെ ഇതില്. അപ്പോ അത് വലിയ തരത്തില് എന്ന് വെച്ചാൽ കുറെ ജനസംഖ്യയുള്ള രാജ്യത്തേക്ക് ഇവരും കൂടെ കയറി വരുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ചിന്തിച്ചിട്ടാവാം അങ്ങനെയുള്ളൊരിത്. സോ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാംസ്കാരിക മേഖലകളിൽ കുടിയേറ്റം നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കിയാലോ. സോ നെക്സ്റ്റ് സ്ലൈഡ്. And it is the responsibility of the government to observe and understand the regional changes resulting from migration. And so കുടിയേറ്റത്തിന്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന പ്രാദേശിക മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതും ഒക്കെ ആരാണ്? നമ്മുടെ സർക്കാരാണ് അല്ലെ. സോ it resulting from migration and bear the expenditure to meet the basic needs. ഇത്തരം അഭയാർത്ഥികളെ നമ്മൾ എന്ത് ചെയ്യണം? സ്വാഗതം ചെയ്യുകയും അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുകയും ചെയ്യണം. അത് ആരുടെ കർത്തവ്യമാണ് മക്കളെ? സർക്കാരിന്റെ കർത്തവ്യമാണ്. സോ ദിസ് ഹെൽപ്സ് ടു ഫോം ദ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻ ദ റീജിയൻ. അത് മനുഷ്യ മൂലധനം ഒന്നുകൂടെ കൂടാനായി. ഇവരും കൂടെ വന്നപ്പോ കുറെ ആളുകൾ ഓരോ ആക്ടിവിറ്റീസിൽ അവരുടെ ഫിസിക്കൽ ഫിറ്റിനനുസരിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് നമ്മുടെ മനുഷ്യ മൂലധനം നല്ല രീതിയിൽ ഉയർത്താനും ചാൻസ് ഉണ്ട് അല്ലെ. സോ കുടിയേറ്റത്തിന്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന പ്രാദേശിക മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ചെലവുകൾ വഹിക്കുക എന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ മനുഷ്യ മൂലധനത്തിന് വലിയ തരത്തിലുള്ള സഹായമാകുന്നു എന്നാണ് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ
ആളുകളെ ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ജോബ് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഗവൺമെന്റ് തലത്തിലാണെങ്കിലും സ്റ്റേറ്റ് തലത്തിൽ കുറെ പ്രൊജക്ട്സ് വന്നിട്ടുണ്ട്. സോ ജോബ് ട്രെയിനിങ് ആണ് നെക്സ്റ്റ് ടോപ്പിക് അല്ലെ. അവരുടെ ഉള്ളിലുള്ള സ്കില്ല് വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം ചെയ്യേണ്ടത് അല്ലെ. സോ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് ഇസ് മാൻഡേറ്ററി ഫോർ ഗെറ്റിംഗ് ജോബ്സ് ഇൻ സർട്ടൈൻ ഫീൽഡ്. അപ്പൊ ഗവൺമെന്റ് കുറെ പദ്ധതികൾ കൊണ്ടുവന്നപ്പോ കുറെ സ്ത്രീകൾ ടൈലറിംഗ് പഠിച്ചു, കുറെ പുരുഷന്മാർ കാർപ്പൻട്രി, അങ്ങനെ ഓരോ സെക്ഷൻ ഓഫ് ഫീൽഡ് നമുക്ക് ഇഷ്ടമല്ല, നമ്മളെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തും ചൂസ് ചെയ്യാനുള്ള അവകാശം, ചോയ്സ് നമുക്കുണ്ട്. സോ അതിനൊക്കെ എന്ത് ജോബ് ചെയ്യുമ്പോഴും അതിന് സ്പെഷ്യൽ ട്രെയിനിങ് ഇസ് റിക്വയർഡ് അല്ലെ. സോ അതാണ് പറയുന്നത്. ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സ് അക്വയർ പ്രൊഫഷണൽ സ്കിൽസ് ത്രൂ ട്രെയിനിങ് കോഴ്സസ് സൂട്ടബിൾ ഫോർ ദി ഫീൽഡ്. ഡോക്ടർമാരായിക്കോട്ടെ അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ് ഒക്കെ എന്താണ് ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് ബിടെക് എംടെക് ഒക്കെ കഴിഞ്ഞിട്ട് അതുപോലത്തെ MBBS ഒക്കെ കഴിഞ്ഞ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവരെ ഡോക്ടർ ആക്കിയിട്ട് ഓരോ ഗവൺമെന്റ് കോളേജിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഡിഫറൻസ് അതാണ്. അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടാണ് എങ്ങനെയൊക്കെയാണ് ഓരോ പേഷ്യൻസിനോട് നമ്മൾ ഇടപെടേണ്ടത്. ഓക്കെ, സോ അങ്ങനെയുള്ളതാണ് ജോബ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ചില പ്രത്യേക മേഖലകളിൽ തൊഴിലുകൾ ലഭിക്കുന്നതിന് നൈപുണ്യ വികസന പരിശീലനങ്ങൾ നിർബന്ധമായിട്ട് ആൾക്കാർക്ക് കൊടുക്കണം. കിട്ടാത്തവർക്ക് ഡോക്ടറും എഞ്ചിനീയറും അധ്യാപകരും എല്ലാം ആകുന്നവർ ആ ഒരു മേഖലയിൽ പരിശീലനം കിട്ടിയവർ തന്നെ ആയിരിക്കും അല്ലെ. സോ we can move to next slide. Similarly, the respective institution provide job training at various stages to their employment. എന്ന് വെച്ചാൽ നമ്മളൊരു ജോബ് ഫോക്കസ് ചെയ്തേക്കാണ്. ഇപ്പൊ നഴ്സിംഗ് ആണ് വെക്കാം. അപ്പൊ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും നഴ്സിംഗ് ഇതില് കോളേജസ് പോയി പഠിച്ചിട്ട് നമ്മൾ ഓരോ തലത്തില് പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ അതുപോലെ തന്നെയാണ് എല്ലാത്തിനും എന്ത് വേണം, ട്രെയിനിങ് വേണം അല്ലെ. അതുപോലെ തന്നെ വിവിധ തൊഴിൽ മേഖലകൾ ജോലി ചെയ്യുന്നവർക്ക് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ എന്ത് കൊടുക്കും, ട്രെയിനിങ് കൊടുക്കും അല്ലെ. അതാണ് പറയുന്നത്. പല ഘട്ടങ്ങളിലായി തൊഴിൽ പരിശീലനം നൽകാറുണ്ട് അല്ലെ. നമുക്കറിയാത്തൊരു ജോബിൽ നമ്മൾ പെട്ടു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്കറിയില്ല എന്താ ചെയ്യേണ്ടത്, ഒന്നും അറിയില്ല. പക്ഷെ നമുക്ക് എന്ത് തരും, അവർ ട്രെയിൻ തരും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് കറക്റ്റ് ആക്കുക, അതാക്ക്, അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്കൊരു ട്രെയിനിങ് ഒരു 3 ദിവസം അല്ലെങ്കിൽ അവർ തരുമ്പോഴാണ് ഈ ജോബ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ദാറ്റ്സ് ദി ഡിഫറൻസ്. ഓക്കെ, സോ acquiring job training can help increase the productivity. ഉൽപാദനക്ഷമത അല്ലെ നല്ല രീതിയിൽ ഉയർത്താൻ എന്തിനു കഴിയുന്നുണ്ട്, ഈ ജോബ് ട്രെയിനിങ്ങിന് നൽകുന്നുണ്ട്, ഈ തൊഴിൽ പരിശീലനത്തിന് പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ തൊഴിൽ പരിശീലനം നേടുന്നത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പിന്നെയോ thus enabling higher output. അത് നല്ല രീതിയിലുള്ള ഫലമായിരിക്കും പുറത്തേക്ക് വരുന്നത് അല്ലെ. അതുവഴി ഉയർന്ന ഉൽപാദനം സാധ്യമാകും അല്ലെ. തൊഴിൽ പരിശീലനം മനുഷ്യ മൂലധന രൂപീകരണത്തെ അതിന്റെ പാരമ്യതയിൽ എത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ജോബ് ട്രെയിനിങ്, കുറെ ആളുകൾക്ക് ജോബ് ട്രെയിനിങ് തൊഴിൽ പരിശീലനം കൊടുക്കുമ്പോൾ അത് നമ്മുടെ മനുഷ്യ മൂലധന രൂപീകരണത്തിന് വലിയ പങ്കാണ് വഹിക്കുക. കുറെ ആൾക്കാരെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ എത്ര ആൾക്കാരാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. സോ എക്കണോമിക് ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാവും ചെയ്യും അല്ലെ, സാമ്പത്തിക വളർച്ച നമ്മുടെ ഇന്ത്യക്ക്. സോ നെക്സ്റ്റ് വൺ ഇറ്റ് ഇസ് വിവര ലഭ്യത. ഇറ്റ് ഇസ് എ ഫാക്ടേഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ആക്സസ് ടു ഇൻഫോർമേഷൻ, നമ്മൾ എഡ്യൂക്കേഷൻ പറഞ്ഞു, ജോബ് ട്രെയിനിങ് പറഞ്ഞു, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആക്സസ് ടു ഇൻഫോർമേഷൻ, വിവര ലഭ്യത അല്ലെ. Another factor that helps in human capital formation is access to information. എന്താണ്, മനുഷ്യ മൂല്യ രൂപീകരണത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് വിവര ലഭ്യത ആണ്. എന്ന് വെച്ചാല് സർവീസസ് ഇൻ വേരിയസ് സെക്ടേഴ്സ്, നമുക്ക് ഓരോ വിവരങ്ങൾ ലഭിക്കുന്നത് എന്തിലൂടെയൊക്കെയാണ് മക്കളെ, വിദ്യാഭ്യാസത്തിലൂടെ അല്ലെ. And health, employment give impetus to human capital formation. മനുഷ്യ മൂലധന രൂപീകരണത്തിന് സഹായകമാവുന്ന മറ്റു ഘടകങ്ങളാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ എന്നീ സേവനങ്ങൾ മനുഷ്യ മൂലധന രൂപീകരണത്തിന് വലിയൊരു പങ്കാണ് വഹിക്കുന്നത് എന്ന് മക്കൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ആക്സസ് ടു ഇൻഫോർമേഷൻ. അതിന്റെ മറ്റൊരു ഫീച്ചർ നമുക്ക് നോക്കാം. ഇറ്റ് നീഡ്സ് ടു ബി ഫോസ്റ്റേർഡ് ടു ഹെൽപ്പ് പീപ്പിൾ gather information about the services provided അല്ലെ. എന്ന് വെച്ചാല് എവിടെ നമ്മൾ കമ്പനിയിൽ കയറുകയാണെങ്കിലും ആ ഒരു ട്രെയിനിങ് കിട്ടിയതിനു ശേഷം
അല്ലെ, ഒരു സ്ഥലത്ത് നമ്മൾ കിട്ടി, നമുക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ആ കമ്പനിയെ കുറിച്ച് നമ്മൾ അന്വേഷിച്ച് അറിഞ്ഞിട്ടേ പോവുള്ളൂ. അതിന്റെ ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്തിട്ടേ ഉള്ളൂ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ജോയിൻ ചെയ്യുള്ളൂ. ദാറ്റ്സ് വൈ പീപ്പിൾ ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് ദ സർവീസ് പ്രൊവൈഡർ. ഇപ്പൊ എന്തെങ്കിലും പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റിവ്യൂ നോക്കും, ഏതെങ്കിലും ഫിലിം കാണുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് റിവ്യൂ നോക്കും. അതുപോലെയാണ് ആക്സസ് ടു ഇൻഫർമേഷൻ മെത്തേഡ് അല്ലെ, വിവിധ മേഖലകൾ നൽകുന്ന സേവനങ്ങളെ കുറിച്ച് അല്ലെ, അതുപോലെ തന്നെ വിവരശേഖരം നടത്തുന്നതിന് അല്ലെ, വിവിധ സേവനങ്ങളുടെ അല്ലെ വിവരശേഖരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ് എന്ത്, അത് വലിയ തരത്തില് ഈ മനുഷ്യ മൂലധന പ്രക്രിയക്ക് രൂപം കൊള്ളുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ, ഇതിലൊക്കെ സർക്കാർ ഇടപെടുന്നുണ്ട് കേട്ടോ. സർക്കാരിന് ഇതിന് റോളില്ല എന്നല്ല. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു എനേബിൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ബൈ എൻഷുറിംഗ് ആക്സസ് ടു ഇൻഫർമേഷൻ. ഏതെങ്കിലും കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണെങ്കിൽ CBI ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, സെൻട്രൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ ആ കേസ് നടത്തും. അതിന് ആ ഒരു ടൈമിൽ നടന്ന ഇൻഫർമേഷൻ ഒക്കെ ആർക്കൈവ്സിലോ ഒക്കെ ഉണ്ടാവും. അത് പിന്നെ അവർ തപ്പി കണ്ടുപിടിക്കല്ലേ. ഇറ്റ് ഇസ് ആക്സസ് ടു ഇൻഫർമേഷൻ, അത് ഗവൺമെന്റ് സഹായത്തോടെ. സോ ഗവൺമെന്റ് ഈ ഒരു വിവര ലഭ്യത ഉറപ്പുവരുത്തി മനുഷ്യ മൂലധനം രൂപീകരിക്കുന്നതിന് സാധ്യമാക്കുന്നതിനെല്ലാം ഗവൺമെന്റ് ഇടപെടാറുണ്ട്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. എങ്ങനെയാണ് ഈ മൂലധനത്തിന്റെ ഉദ്ഭവം എന്ന് നമുക്ക് നോക്കിയാലോ. സോ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. സോ ഇങ്ങനെയുള്ള മനുഷ്യ മൂലധന രൂപീകരണത്തിന് കുറെ നന്മകളുണ്ട്, കുറെ മെറിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട്. എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാവുക? സോ ഫസ്റ്റ് ടോപ്പിക് ഇറ്റ് ഇസ് പോവർട്ടി, ദാരിദ്ര്യം അല്ലെ. It is a state of not being able to meet even our basic needs. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ ദാരിദ്ര്യം അല്ലെങ്കിൽ പോവർട്ടി എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഫേസ്ഡ് ബൈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഇങ്ങനെ ദാരിദ്ര്യത്തിൽ ഉള്ള ആളുകളെ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയി കൊണ്ട് വരുമ്പോഴേക്കും നമ്മുടെ സാമ്പത്തിക തകർച്ച അവിടെ ആവും. സോ അവരെ ഫിസിക്കലി നമ്മൾ ജോബ് ട്രെയിനിങ്ങും ഹെൽത്തും എഡ്യൂക്കേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് അവരെ നമുക്ക് ഫോർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം അല്ലെ. സോ ഇറ്റ് ഈസ് എ ലോ ഇൻകം ദാറ്റ് പുഷസ് പീപ്പിൾ ഇൻ ടു പോവർട്ടി. ചെറിയ ശമ്പളം കിട്ടുമ്പോൾ അതാണ് മനുഷ്യരെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്നത്. സോ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത് മക്കളെ? ദാരിദ്ര്യം എന്ന് പറയുന്നത്. മനുഷ്യ മൂലധന രൂപീകരണം നേടുന്ന ഏറ്റവും വലിയ അല്ലെ, മനുഷ്യ മൂലധന രൂപീകരണം ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു തുച്ഛമായ ശമ്പളം കൊടുക്കുമ്പോൾ അവരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രക്രിയ. സോ നെക്സ്റ്റ് ഇതാണ് പോവർട്ടിന്റെ പിക്ചറൈസേഷൻ. കുറെ ആളുകൾ എന്താണ് അന്നുള്ള ബേസിക് നീഡ്സ് പോലും സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാതെ താമസിക്കുന്ന കുറെ പേരുണ്ട് നമ്മുടെ ചുറ്റുപാടും അല്ലെ. സോ നെക്സ്റ്റ് സ്ലൈഡ്. ഡ്യൂ ടു ലോ ഇൻകം, ചെറിയ ശമ്പളം കൊണ്ട് പീപ്പിൾ ആർ അൺഏബിൾ ടു മീറ്റ് ഈവൻ ദിയർ ബേസിക് നീഡ്സ് എന്നാണ് പറയുന്നത് അല്ലെ. അത്യാവശ്യ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ മക്കളെ പറയുന്നത്. സോ ദിയർ ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കണം? പാവപ്പെട്ട കുട്ടികൾ അല്ലെ, പാവപ്പെട്ട കുടുംബത്തിലുള്ള ചില കുട്ടികളൊന്നും പഠിക്കുന്നുണ്ടാവില്ല. അവർ നേരിട്ട് ഫാമിലിക്ക് അത്യാവശ്യ ഇതും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരും പണിക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ. സോ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഈ ഒരു മനുഷ്യ മൂലധന രൂപീകരണത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വി ഷുഡ് പ്രൊവൈഡ് ദം എഡ്യൂക്കേഷൻ, പ്രൊവൈഡ് ദം ഹെൽത്ത് ആൻഡ് ഓൾസോ ജോബ് ട്രെയിനിങ് അല്ലേ. അതാണ് പറയുന്നത്. സോ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഫർദർ ലീഡിങ് ടു പോവർട്ടി. സോ നല്ല രീതിയിൽ എഡ്യൂക്കേഷനും എല്ലാം ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഫിസിക്കലി നമ്മൾ അവരെ ബൂസ്റ്റപ്പ് ചെയ്ത് ഫോർ ഫ്രണ്ടിലേക്ക് കൊണ്ടെത്തിക്കണം അല്ലെ. സോ കുറഞ്ഞ വരുമാനം കാരണം മനുഷ്യന് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥ. സോ അത് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ബേസിക് നീഡ്സ് പോലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത കുട്ടികളെ വിദ്യാഭ്യാസം അവരുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ പോഷകാഹാരം ഇല്ലാത്ത അവസ്ഥ, അതൊക്കെ അവരെ എന്തിലേക്ക് നയിച്ചു എന്നാണ് മക്കളെ പറയുന്നത്? ദാരിദ്ര്യത്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ,
The causes and consequences of poverty are endlessly interconnected as in a circle. എന്ന് വെച്ചാല് ഈ ദാരിദ്ര്യത്തില് നമ്മൾ പെട്ടുപോയാണെങ്കിൽ പിന്നെ അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാന്നുള്ളത് കുറെ കാര്യങ്ങൾ കഴിയണം അല്ലെ. ദാരിദ്ര്യത്തിന്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും ഒരു വലയത്തിൽ എന്ന പോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ human capital formation will be possible only if this is broken by improving human resources. അല്ലെ, കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് മാനവ വിഭവശേഷി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കണമെങ്കിൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ജോബ്, ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദം. അല്ലെങ്കിൽ അവർ ആ ദാരിദ്ര്യം എന്ന് പറയുന്ന വലയത്തിൽ തന്നെ പെട്ടുപോവുക തന്നെ ചെയ്യും. ഓക്കെ, സോ എങ്ങനെയൊക്കെയാണ് പോവേർട്ടി എന്ന രീതിയിലേക്ക് അവരുടെ ജീവിതം തള്ളി മാറ്റപ്പെടുന്നത് എന്ന് നോക്കിയാലോ. സോ ലോ പ്രൊഡക്ടിവിറ്റി, ഫസ്റ്റ് പോയിന്റ്, കുറഞ്ഞ ഉൽപാദനക്ഷമത. ആദ്യത്തെ പോയിന്റ് ആണ് എന്ത് മക്കളെ? ലോ പ്രൊഡക്ടിവിറ്റി, കുറഞ്ഞ ഉൽപാദനക്ഷമത. സെക്കൻഡ് പോയിന്റ് എന്താണ്? ലാക്ക് ഓഫ് കപ്പാസിറ്റി ടു വർക്ക്, ജോലി ചെയ്യാനുള്ള ശേഷിക്കുറവ് അല്ലെ. സെക്കൻഡ് പോയിന്റ് ആണ് ലാക്ക് ഓഫ് കപ്പാസിറ്റി ടു വർക്ക്. ഓക്കെ, ആൻഡ് തേർഡ് പോയിന്റ് പോവർട്ടി, ഹൈ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, ഉയർന്ന ശിശു മരണ നിരക്കിനെയാണ് പോവർട്ടി ഹൈ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കുറഞ്ഞ ഉൽപാദനക്ഷമത, ജോലി ചെയ്യാനുള്ള ശേഷിക്കുറവ്, ഉയർന്ന ശിശു മരണ നിരക്ക്, അതൊക്കെ പോവർട്ടിന്റെ ഫീച്ചേഴ്സ് ആണ്. സോ ലോ ലൈഫ് എക്സ്പെക്ടൻസി, ആയുർ ദൈർഘ്യം അല്ലെ, ആയുർ ദൈർഘ്യം. And second point, increasing number of dependents, ആശ്രിതരുടെ എണ്ണത്തിൽ വർധനവ്. ജോബ് ഇല്ലാത്തപ്പോ ആരാണോ വീട്ടിൽ ജോലിക്ക് പോകുന്നത് അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ, അതാണ് ആശ്രിതരുടെ എണ്ണത്തിൽ വർധനവ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ലോ ഇൻകം, കുറഞ്ഞ വരുമാനം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറഞ്ഞ വരുമാനം പക്ഷെ വീട്ടിലുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് വരുമ്പോൾ അതും ദാറ്റ്സ് ലെഡ് ടു പോവർട്ടി. ഇതൊക്കെയാണ് റീസൺസ് ദാറ്റ് ലെഡ് ഇൻ ടു പോവർട്ടി. എങ്ങനെയാണ് ആളുകൾ എന്തൊക്കെ കാരണം കൊണ്ടാണ് ദാരിദ്ര്യം എന്നുള്ള ഒരു വലയത്തിലേക്ക് അവര് പെട്ടുപോയത് എന്നുള്ളത് റീസൺസ് ആണ്. സോ പിന്നെയുണ്ട് കേട്ടോ ലോ പർച്ചേസിംഗ് പവർ, കുറഞ്ഞ വാങ്ങൽ ശേഷി. എന്ന് വെച്ചാൽ കൈമേല് പൈസ ഉണ്ടെങ്കിലല്ലേ കുറെ വാങ്ങാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ്, സ്കാർസിറ്റി ഓഫ് ഫുഡ്, അവർക്ക് കറക്റ്റ് ഭക്ഷണം ലഭിക്കുന്നില്ല, പോഷകാഹാരം ലഭിക്കുന്നില്ല അല്ലെ, ഭക്ഷ്യദൈർഘ്യം അല്ലെ. ആൻഡ് മാൽ ന്യൂട്രീഷൻ, നെക്സ്റ്റ് പോയിന്റ്, പോഷകാഹാര കുറവ്. ആൻഡ് അവർക്ക് എന്തുണ്ട്? അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്ന കുട്ടികളൊന്നും വിദ്യാഭ്യാസമുള്ള ആളാവണമെന്നില്ല. സോ ലാക്ക് ഓഫ് ആക്സസ് ടു എഡ്യൂക്കേഷൻ അല്ലെ, വിദ്യാഭ്യാസ പ്രാപ്ത ഇല്ലായ്മ. ആൻഡ് ലാസ്റ്റ് ഫോർ ക്രോണിക് ഇൽനെസ്. വാട്ട് ഈസ് ക്രോണിക് ഇൽനെസ് എന്ന് പറയുമ്പോൾ നിരന്തരമായ അസുഖങ്ങൾ ബാധിക്കുന്നു ബിക്കോസ് ഓഫ് നോട്ട് ഹൈജീനിക് അറ്റ്മോസ്ഫിയർ, അതുകൊണ്ടൊക്കെ. ആൻഡ് പോവർട്ടി ക്രിയേറ്റ്സ് ബാരിയേഴ്സ് ടു ആഡിക്വേറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. എന്ന് വെച്ചാൽ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്താണ്, അവർക്ക് വിദ്യാഭ്യാസം നേടാൻ പറ്റില്ല, ആരോഗ്യ പരിരക്ഷ ലഭിക്കില്ല. അതൊക്കെ ദാരിദ്ര്യത്തിനെ കൊണ്ടാണ് അവർ ഇങ്ങനെ ആയി തീർന്നത്. മതിയായ വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനം നേടുന്നതിന് ദാരിദ്ര്യം അവർക്കിടയിൽ ഒരു വിഘ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കിക്കേ. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാവ് ബീൻ ഫോർമുലേറ്റിംഗ് ഓർ ഇംപ്ലിമെന്റിംഗ് വേരിയസ് പ്രൊജക്ട്സ് ടു പ്രൊഹിബിറ്റ് പോവർട്ടി ഇൻ അവർ സൊസൈറ്റി. അപ്പോ ഗവൺമെന്റ് പല രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. എന്താണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ they were implementing various schemes, കുറെ സ്കീംസ് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലോസ് പീരിയോഡിക്കലി ടു ഫ്രീ പീപ്പിൾ ഫ്രം ദ ക്ലച്ചസ് ഓഫ് പോവർട്ടി. എല്ലാ സ്ഥലത്തു നിന്നും ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാർ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളെ ദാരിദ്ര്യത്തിന്റെ പിടിയിൽ നിന്ന് മുക്തരാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ അതുപോലത്തെ നയങ്ങൾ കാലാനുസൃതമായി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. So Kerala is a model to other states in implementing poverty alleviation schemes അല്ലെ. സോ ദാരിദ്ര്യ നിർമ്മാണ പദ്ധതികൾ മാതൃകാപരമായിട്ടുള്ള ചെയ്തത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിക്കും, നമ്മുടെ കേരള ആണ്. കേരളത്തെ കണ്ടുപഠിക്കണം മറ്റുള്ള സംസ്ഥാനങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് another topic. It is unemployment. എന്താണ് അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള അവസ്ഥ? തൊഴിലില്ലായ്മയാണ് അല്ലെ.
ആൻഡ് ഹാവൻറ്റ് യു ഹേർഡ് അബൌട്ട് അൺഎംപ്ലോയ്മെന്റ്? തൊഴിലില്ലായ്മയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പൊ ചുറ്റുപാടും കാണാം പല രീതിയിൽ ആളുകൾ തൊഴിലില്ലാതെ നിൽക്കുന്നത്. ഡ്യൂ ടു സം ഹെൽത്ത് ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടാവാം, അല്ലെ? അപ്പൊ എന്താണ് തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്, അതിന്റെ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഏതൊക്കെയാണ്, അതൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യാം. സോ unemployment എന്ന് പറയുന്നത് is a condition in which a healthy and capable person who is willing to work at the prevailing wage rate and cannot find work എന്ന് വെച്ചാല്, തൊഴിലില്ലായ്മ എന്നൊരു അവസ്ഥ എന്ന് വെച്ചാല് അവര് പണി ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് എന്താണ് പൈസ കിട്ടാത്ത അവസ്ഥ. പക്ഷെ അവരിങ്ങനെ ആ ഒരു പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ എന്താണ് they cannot find work. പണി കിട്ടാതെ അവരെന്തെങ്കിലും എഡ്യൂക്കേഷൻ അനുസരിച്ചുള്ള പണി കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ടൈപ്സ് ഓഫ് ജോബിൽ നമ്മൾ എൻഗേജ് ആവും. അതിനെ പറയുന്ന പേരാണ് അൺഎംപ്ലോയ്മെന്റ്. സോ lack of opportunities to get employment on par with one's education and skills that hinders the maximum utilization of human resources. എന്താണ് പറയുന്നത് മക്കളെ? ഇപ്പൊ മെയിൻലി നമ്മുടെ എഡ്യൂക്കേഷൻ അനുസരിച്ചുള്ള ജോബ്സ് നമുക്ക് കിട്ടി എന്ന് വരാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ മറ്റ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ജോബ്സിൽ നമ്മൾ എൻഗേജ് ആവും, അല്ലെ? അതാണ് പറയുന്നത്. അത് വലിയ തരത്തില് സാമ്പത്തിക മാന്ദ്യം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു മാനവ വിഭവശേഷിക്ക്, ഹ്യൂമൻ റിസോഴ്സസിന് വലിയ തരത്തിലുള്ള എഫക്ഷൻ, ദോഷങ്ങളും ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് സ്ലൈഡ്, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, അല്ലെ? എന്താണ്? മാനവ വിഭവശേഷിയെ പരമാവധി ഉപയോഗപ്പെടുത്തി, അല്ലെ? ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് ഹ്യൂമൻ റിസോഴ്സസ് ആർ യൂട്ടിലൈസ്ഡ് ടു മാക്സിമം. നമ്മൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ്, എല്ലാ ഘടകങ്ങളും അത്രയും മാക്സിമം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു, അല്ലെ? സോ ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള തൊഴിലില്ലായ്മകളുണ്ട്. അതിനെ നമ്മൾ തരംതിരിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? മാനവ വിഭവശേഷിയെ പരമാവധി ഉപയോഗപ്പെടുത്തിയത് മാത്രമേ, അല്ലെ, നമ്മൾ ആ ഹ്യൂമൻ ക്യാപിറ്റൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നമ്മുടെ മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാവുകയുള്ളൂ, അല്ലെ? സോ രാജ്യത്ത് പലതരത്തിലുള്ള തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ട് എന്ന് ടീച്ചർ പറഞ്ഞില്ലേ മക്കളോട്? അപ്പൊ ഏതൊക്കെയാന്ന് നോക്കിയാലോ നമുക്ക് ആ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. എന്താണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്? ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റിന്റെ ഫസ്റ്റ് ടൈപ്പ് ആണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് or willing to work but unemployment. അല്ലെ? പണിക്ക് പോകുന്നുണ്ട്, പക്ഷെ വർക്കല്ല, ഒരു ടെമ്പററി ബേസ്, താൽക്കാലികമായിട്ട് ആരെങ്കിലും പകരമായിട്ട് പോകുന്നതാണ് എന്നുള്ളത് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. പ്രകടമായ തൊഴിലില്ലായ്മ അഥവാ തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും തൊഴിലില്ലാത്ത അവസ്ഥ, അല്ലെ? ഇതിലെന്ന് പറഞ്ഞാല് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ തൊഴിൽ ചെയ്യാനുള്ളതുണ്ട്, കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ജോബ് കിട്ടാതെ വരുമ്പോ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്നാണ് പറയാ. ഓക്കെ, പ്രകടമായ തൊഴിലില്ലായ്മ. സോ നെക്സ്റ്റ് ടൈപ്പ് നോക്കിക്കേ, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. എന്താണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്? ഘടനാപരമായിട്ടുള്ള തൊഴിലില്ലായ്മയാണ് നമ്മൾ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ജോബ് ലോസ് ഡ്യൂ ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി. ഓക്കെ, ഇപ്പൊ ഫാമേഴ്സ് അല്ലെങ്കിൽ ഫാക്ടറി വർക്കേഴ്സിന്റെ എക്സാമ്പിൾ പറയാം. ഫാക്ടറിയിൽ പണ്ട് ആളുകളെ ഹാൻഡ് യൂസ് ചെയ്തിട്ടാണ്, കൈ യൂസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ മെഷീൻസിന്റെ കടന്നു വരുമ്പോടെ കുറെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോ അത് എന്തിൽ ഉൾപ്പെടും? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, അത് സാങ്കേതിക വിദ്യയുടെ കടന്നുവരവോടെ ഉണ്ടായതാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥയെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, അപ്പൊ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്താ മക്കളെ? തൊഴിൽ എന്ന് വെച്ചാൽ അവർക്ക് തൊഴിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള ജോബ് അവർക്ക് കിട്ടാതെ വരുമ്പോൾ ഇറ്റ് ഈസ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് ആണ്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഘടനാപരമായിട്ടുള്ള തൊഴിലില്ലായ്മ എന്ന് വെച്ചാൽ എന്താണ്? എന്ന് വെച്ചാല് സാങ്കേതിക വിദ്യ വന്നപ്പോൾ കുറെ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഒരു ടേം വെച്ച് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. എന്താണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്? കാലികമായിട്ടുള്ള തൊഴിലില്ലായ്മയാണ് നമ്മൾ സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ സീസൺ.
ആൻഡ് റിമൈനിങ് അൺഎംപ്ലോയിഡ് ഡ്യൂറിംഗ് ദ റെസ്റ്റ് ഓഫ് ദി ടൈം. എന്താണ്? പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയത്ത് തൊഴിൽ ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ. ഇപ്പോ എന്താ പറയാ, കൂലിപ്പണിക്കാര് അല്ലെ, ചില ടൈമില് ചില കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ മക്കളെ. എന്ന് വെച്ചാൽ അവർക്ക് വെയിലാകുമ്പോ നല്ലതിൽ പണിയെടുക്കാം അല്ലെ, നല്ല മഴയാകുമ്പോ വലിയ ഹൈറ്റിലൊന്നും കയറി പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരില്ലേ? അതൊക്കെ എന്താണ്? കാലികമായിട്ടുള്ളതാ. അവരുടെ കൂലിപ്പണിക്കാരതൊക്കെ എപ്പോഴും പെർമനന്റ് ആയിട്ട് അവർക്ക് ഉണ്ടാവില്ല ചുമടെടുക്കുന്ന ജോലി. പക്ഷേ എന്താണ്, ഓരോ സീസണിന് വരുമ്പോ കുറെ ലോഡ് വരുമ്പോ അങ്ങനെ മാത്രം. അതാണ് കാലികമായിട്ടുള്ള തൊഴിലില്ലായ്മ, സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്നൊരു ടേം വെച്ച് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതോ പ്രീവിയസ് ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ അല്ലെ. എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടീഷൻ വെയർ മോർ ദാൻ നമ്പർ ഓഫ് ലേബറേഴ്സ് റിക്വയർഡ് ആർ എംപ്ലോയ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് വിതൗട്ട് എനി ചേഞ്ച് ഇൻ ടോട്ടൽ ഔട്ട്പുട്ട്. എന്ന് വെച്ചാൽ കുറെ കർഷകരെ അല്ലെങ്കിൽ കുറെ വർക്കേഴ്സിനെ നമ്മൾ ഫാക്ടറിയിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ആ ഒരു ഫാക്ടറി വർക്ക്സ്, ആ പ്രൊഡക്ഷൻ നടക്കുന്ന ടൈമിന് മാത്രമേ അവർക്ക് പോകേണ്ടതുള്ളൂ അല്ലെ. പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും അല്ലാത്ത ടൈമിന് ലഭിക്കാത്ത അവസ്ഥ വരികയും ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ ഓർ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ഈ ഒരു മനുഷ്യ മൂലധന രൂപീകരണത്തിന് എന്ത് റോളാണ് ഉള്ളത് നോക്കിയാലോ. It is the role of human capital formation in making a country an economic power is boundless. അല്ലെ, ഒരു രാജ്യത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നതില് ഈ മനുഷ്യ മൂലധന രൂപീകരണത്തിന് വലിയ ഒരു പങ്ക് തന്നെയാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ we have found that main factors that influence human capital education, നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെ ഫോർമേഷന്, മനുഷ്യ മൂലധന രൂപീകരണത്തിന് ഉള്ള പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മക്കളെ? ഇറ്റ് ഈസ് എഡ്യൂക്കേഷൻ, പറഞ്ഞ ഓരോന്നായിട്ട് പറഞ്ഞേ. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, വെരി ഗുഡ്, മൈഗ്രേഷൻ, ജോബ് ട്രെയിനിങ്, ആക്സസ് ടു ഇൻഫോർമേഷൻ, ഇത്തരം കാര്യങ്ങളാണ് അല്ലെ. ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവര ലഭ്യത മുതലായവയാണ് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് മക്കള് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. Therefore, it is the primary duty of government to give due attention and consideration to these areas. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് വേണം നല്ല രീതിയിലുള്ള പ്രാധാന്യം ഇത്തരത്തിലുള്ള മനുഷ്യ മൂലധന രൂപീകരണത്തിന്റെ ഘടനകളായിട്ടുള്ള എഡ്യൂക്കേഷനും ഹെൽത്തിനും അല്ലെ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ആക്സസ് ടു ഇൻഫോർമേഷൻ, മൈഗ്രേഷൻ ഒക്കെ നല്ല രീതിയിലുള്ള പ്രൊജക്ട് കൊണ്ടുവരേണ്ട കർത്തവ്യം ആർക്കാണ് മക്കളെ? ഗവൺമെന്റിനാണ് അല്ലെ. സോ എ നാഷൻ ക്യാൻ പ്രോഗ്രസ് വെൽ ബൈ മേക്കിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ പോസിബിൾ അല്ലെ. എന്താണ് നമ്മുടെ രാജ്യത്തിന് അല്ലെ നല്ല രീതിയിൽ പ്രോഗ്രസ് ഇപ്പൊ വന്നു തുടങ്ങി, വികസനം വന്നു തുടങ്ങി. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഓക്കെ, and this can be done by effectively utilizing human resources to be full through suitable programs, schemes and precise planning. എങ്ങനെയൊക്കെ ഗവൺമെന്റിന് ഇത്തരത്തിലുള്ള ഘടകങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്ത് നമുക്ക് മനുഷ്യ മൂലധന രൂപീകരണത്തിന് വലിയ പങ്ക് വഹിക്കാൻ കഴിയും? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി? അനുയോജ്യമായ പദ്ധതികളിലൂടെയും കൃത്യമായ ആസൂത്രണത്തിലൂടെയും മാനവ വിഭവശേഷിയെ പരമാവധി വിനിയോഗിച്ചുകൊണ്ട് മനുഷ്യ മൂലധനം രൂപീകരണം സാധ്യമാക്കാൻ മനുഷ്യ രൂപീകരണ വഴി അല്ലെ രാഷ്ട്ര പുരോഗതിക്കായിട്ട് നല്ല രീതിയിൽ മാറ്റം വരുത്താൻ പറ്റും. ഗവൺമെന്റ് പല സ്കീംസ് കൊണ്ടുവന്നാല് പരമാവധി മാനവ വിഭവശേഷിയെ പരമാവധി വിനിയോഗിച്ചിട്ട് സർക്കാർ മനുഷ്യ മൂലധന രൂപീകരണത്തിന് സാധ്യമാക്കുകയും അതുവഴി രാഷ്ട്രീയ പുരോഗതി ഉണ്ടാക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇറ്റ് ഈസ് ദ ഫാക്ടേഴ്സ് അല്ലെ, factors of human capital
human capital formation. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് മക്കള് പറഞ്ഞേ? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, ഏതാണ് ഫസ്റ്റ് വൺ? എഡ്യൂക്കേഷൻ അല്ലെ? എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം. ഓക്കെ. പിന്നെ സെക്കൻഡ് വൺ എന്താണ്? ഒരാൾക്ക് അഥവാ തൊഴിലില്ലായ്മ നേരിടുന്ന ഒരാളെ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആക്കണമെങ്കിൽ വിദ്യാഭ്യാസമുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യ പരിരക്ഷ നമ്മൾ നൽകണം. ഹെൽത്ത് അല്ലെ? എന്താണ് ആരോഗ്യ പരിരക്ഷ. ഓക്കെ. തേർഡ് വൺ ഏതാണ്? അപ്പൊ നമ്മള് ഇത് പറഞ്ഞു, എഡ്യൂക്കേഷൻ പറഞ്ഞു, ഹെൽത്ത് പറഞ്ഞു, നെക്സ്റ്റ് മൈഗ്രേഷൻ. ഇല്ലേ? ഒരു സ്ഥലത്ത് നിന്ന് കുറെ ആളുകൾ മറ്റൊരു ഇതിലേക്ക് പോകുമ്പോൾ അവരും കൂടെ ജോലി എടുത്തു കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ മനുഷ്യ മൂലധന രൂപീകരണത്തിന് വലിയൊരു മാറ്റം വരും അല്ലെ? അതാണ് മൈഗ്രേഷൻ. ഫോർത്ത് വൺ, ഇറ്റ് ഇസ് ആക്സസ് ടു ഇൻഫോർമേഷൻ. ആക്സസ് ടു ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താ? വിവരലഭ്യതയാണ് അല്ലെ? വിവരലഭ്യത. ഓക്കെ. മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കുടിയേറ്റമാണ്. കുടിയേറ്റം. പിന്നെ നമ്മൾ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചാണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. എന്താണ് അൺഎംപ്ലോയ്മെന്റ്? ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഏതൊക്കെ ടൈപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ടൈപ്സ് ഓഫ് unemployment. ഓക്കെ. എന്തൊക്കെ ടൈപ്സ് ആണ് അൺഎംപ്ലോയ്മെന്റ്? ഒരു ടൈപ്സ് മക്കള് പറഞ്ഞേ. ഏതൊക്കെ ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് വൺ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് അല്ലേ? ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ പണിയുണ്ട് പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ ബേസ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു പണി ലഭിക്കാത്ത അവസ്ഥ വരുമ്പോൾ ഇറ്റ് ഇസ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. നെക്സ്റ്റ് ഘടനാപരമായിട്ടുള്ളതിന് നമ്മൾ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്നാണ് പറയുക. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ. ആൻഡ് തേർഡ് വൺ ഇറ്റ് ഈസ് സീസണൽ. ഓരോ കാലികമായിട്ടുള്ള കാലത്ത് നമുക്ക് ഉണ്ടാവും കൂലിപ്പണിക്കാരത്. സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ലാസ്റ്റ് വൺ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഒരു പ്രൊഡക്ഷന്റെ ടൈമിന് മാത്രം ലേബേഴ്സിനെ, ഗ്രൂപ്പ് ഓഫ് ലേബേഴ്സിനെ വിളിച്ചു വരുത്തി ചെയ്യിപ്പിക്കുന്ന ഡിസ്ഗൈസ്ഡ് ആണ്. ഡിസ്ഗൈസ്ഡ്. ഓക്കെ. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത ഫാക്ടേഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ് അല്ലെ? അപ്പോ അതില് ഓരോ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, മൈഗ്രേഷൻ, ആക്സസ് ടു ഇൻഫോർമേഷൻ. പിന്നെ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് പറഞ്ഞു. ഇറ്റ് ഈസ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്, സീസണൽ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. സോ ഇനി ഈ ഒരു സിമ്പിൾ ചാപ്റ്ററിൽ ഇത്ര കാര്യങ്ങളും നമുക്ക് പഠിക്കാനുള്ളൂ. ഇത് മാത്രമല്ല, നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, ലാൻഡ്, അതുപോലെ തന്നെ ലേബർ, എന്റർപ്രീനർഷിപ്പ്, അതൊക്കെ എഫക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കുറെ ആളുകളെ അല്ലെ ഫിസിക്കലി ഫിറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് എഡ്യൂക്കേഷനും അല്ലെ ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ജോബ് ട്രെയിനിങ് അല്ലെ, അതുപോലെ തന്നെ ജോബ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോഴാണ് അവരെ നമുക്ക് എന്ത് ചെയ്യാ, അവർക്കും ഈ ഒരു ക്യാപിറ്റൽ ഫോർമേഷനെ, മൂലധന നിർമ്മാണത്തിൽ പങ്കാളികളാവാൻ പറ്റുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പല ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് പറഞ്ഞു. പിന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും സിമ്പിൾ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ്
നെക്സ്റ്റ് ചാപ്റ്ററിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ് പറഞ്ഞുകൊണ്ട് അടുത്ത സെഷനിൽ നമുക്ക് അടിപൊളിയാക്കാം കേട്ടോ. താങ്ക് യു.